ഹലോ മുത്തോടെ എന്തൊക്കെ പാട് സുഖമല്ലേ? നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പറയാൻ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു വീഡിയോ ചെയ്യലാട്ടെന്ന്. കാരണം മമ്മൂക്ക തിരിച്ചു വരുന്നു. അതായത് ഓഗസ്റ്റ് സെക്കൻഡ് വീക്കിൽ അദ്ദേഹം വരുന്നു. ആ ന്യൂസ് കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി. ഇതിനുള്ളിലൊരു മമ്മൂക്ക ഫാനെ ഉയർത്തിയൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ആ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഉറപ്പിച്ച കാര്യമാണ്. പിന്നെ അതിനേക്കാൾ ഉപരി വേറെ കാര്യം പറയണ്ടേ, എൻ്റെ യൂട്യൂബ് ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന ഒരു വീഡിയോ ഇത്. അതിലെനിക്കൊരു സംശയമില്ല. കാരണം ഒരുപാട് മമ്മൂക്ക ഫാൻസ് എനിക്ക് മെസ്സേജ് ഇട്ട് പറഞ്ഞു, ബ്രോ നിങ്ങൾ ഇങ്ങനത്തുള്ള വീഡിയോസ് എന്തായാലും ചെയ്യണം. കാരണം മമ്മൂക്കയെ ഒരുപാട് 2-3 മാസം നമുക്ക് മിസ്സായിട്ട്, അപ്പോൾ പുള്ളിയെ നിങ്ങളെ വീഡിയോയിലേയും കൂടി ഒന്ന് ലൈവായി നിർത്തണം. ഒരുപാട് ഇപ്പോൾ ഇങ്ങനെ വീഡിയോസ് വരുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങളെ വീഡിയോസ് വേറൊരു രസമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വീഡിയോ മമ്മൂക്കയുടെ ചെയ്യണം. പക്ഷെ ഞാനന്നൊന്ന് എന്താ പറയുക, ആ പറ്റിയൊരു നല്ലൊരു കണ്ടൻറ്റ് അതിനെപ്പറ്റി ഒരുപാട് കണ്ടൻറ്റ് ചെയ്തിരിക്കണമെങ്കിൽ കൂടി, പക്ഷേ ഈ ഒരു കണ്ടൻറ്റ് ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ടും ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഈ വീഡിയോ ചെയ്യാൻ കാരണം പിന്നെ ഈ കാര്യത്തിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് ഞാൻ തിരക്കിട്ടോ. മമ്മൂക്കയിൽ ബന്ധപ്പെട്ട് അവരോട് തിരക്കിയപ്പോൾ ഏകദേശം സത്യമാണ് കാര്യം. പക്ഷേ ഓഗസ്റ്റ് സെക്കൻഡ് വീക്ക് എന്നുള്ള സംഭവം ഒരു എന്താ പറയുക, ഒരു ഉറപ്പുള്ള കാര്യമല്ല. പക്ഷേ പാട്രിയോട്ട് തൽക്കാലം നിർത്തിവെച്ചൊരു സിനിമയാണ്. മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ പാടുള്ള സിനിമ താൽക്കാലികമായിട്ട് ഷൂട്ട് നിർത്തിവെച്ചൊരു സിനിമയായിരുന്നു. പക്ഷേ അത് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഓഗസ്റ്റ് 8-ാം തീയതി അത് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ മമ്മൂക്ക ഇല്ല കേട്ടോ. അതിൽ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു ലഡാക്കിൽ വെച്ചിട്ടൊരു സോങ് ഷൂട്ടാണ്. പക്ഷേ അതിൽ മമ്മൂക്കയില്ല. പക്ഷേ ഞാൻ എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോസിൽ പറഞ്ഞിരുന്നു മമ്മൂക്ക വരും, മമ്മൂക്ക ഏകദേശം ഒരു ഓഗസ്റ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബറിലൊക്കെ വരും എന്നുള്ളൊരു കാര്യം പറയുന്നു. അതാണ് ശരിക്കും എനിക്ക് പറയാനുള്ളത്. ഓഗസ്റ്റ് സെക്കൻഡ് വീക്കിൽ എന്തായാലും അദ്ദേഹം വരില്ല എന്നുള്ളത് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. ഏകദേശം ഒരു 15-16 ശേഷം പുള്ളി വരാം. അതിലൊരു 99% ഉറപ്പുണ്ട്. കാരണം കളങ്കാവൽ സെപ്റ്റംബർ 26-ന് റിലീസാണ്. അതിൽ മമ്മൂക്കയുടെ പോർഷൻസ് ഡബ്ബ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ അതൊരുപാട് ഡബ്ബിങ് ബാക്കിയുണ്ട്. അപ്പോൾ മമ്മൂക്കയ്ക്ക് ഏകദേശം എല്ലാം ഓക്കെയാണ്, പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പുള്ളി എന്തായാലും റെസ്റ്റ് എടുത്തതല്ലേ, അപ്പോൾ എന്നിരുന്നാലും കുറച്ചുകൂടി റെസ്റ്റ് എടുക്കാമെന്നുള്ളൊരു ഇതിലാണ് പുള്ളി ഇത്രത്തോളം റെസ്റ്റ് എടുത്തത്. അപ്പോൾ എന്തായാലും പുള്ളി ഓഗസ്റ്റ് 16 അല്ല എന്നുണ്ടെങ്കിൽ 17 ഈ ഒരു ഡേറ്റ് ഏകദേശം ഒരു എന്താ പറയുക, ഒരു സെക്കൻഡ് വീക്കിൽ 14 എന്തായാലും ഉണ്ട്. ഒരു 16-17 പറഞ്ഞിട്ട് എന്തായാലും 20-നുള്ളിൽ പുള്ളി എന്തായാലും പുള്ളി വരും എന്നുള്ളത് കൺഫേമാണ്. കാരണം ഈ കളങ്കാവൽ എന്ന മൂവി അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷനിൽ വരുന്ന മൂവിയാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ടറെ വീഡിയോസ് 2 ദിവസം മുമ്പ് വന്നു. അത് പുള്ളിക്ക് നല്ലൊരു പ്രതീക്ഷ. കാരണം റോഷാക്കും അതുപോലെ തന്നെയുള്ള മറ്റൊരു സിനിമകൾ പുള്ളിയുടെ ഒരു നെഗറ്റീവ് സംഭവം കൂടി എടുത്ത് കാണിക്കും. പുള്ളിനെ ഒരുപാട് അവർക്ക് പ്രതീക്ഷയുണ്ട് മമ്മൂക്കയുടെ ഒരു വേറെ രീതിയിലുള്ള ഒരു അഭിനയം കാണാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഡബ്ബിങ്ങിന് ഭയങ്കര പ്രാധാന്യമുള്ള മൂവി. കാരണം അതിലുള്ള പുള്ളിയുടെ നെഗറ്റീവ് ക്യാരക്ടർ ആയതുകൊണ്ട് വോയിസിന് നല്ല അപ്പോൾ ഇതൊരു ഡബ്ബിങ് ആയിട്ടുള്ള മൂവിയാണ്. അല്ലാതെ സാധാരണ ഇപ്പോൾ മമ്മൂക്കയുടെ മൂവീസ് പുള്ളി ചെയ്യുന്ന മൂവീസ് അധികം സ്പോട്ട് ഡബ്ബിങ് ആവാറാണ്. പക്ഷേ ഈ ഒരു മൂവി സ്പോട്ട് ഡബ്ബിങ് അല്ല, നോർമൽ ഡബ്ബിങ് ആണ്. കാരണം ഇതൊരു വേറെ രീതിയിലുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ഇതിനെന്തായാലും സ്പോട്ട് ഡബ്ബിങ് അല്ല. അതുകൊണ്ട് തന്നെ മമ്മൂക്ക ഈ ഓഗസ്റ്റ് ഏകദേശം എനിക്ക് തോന്നുന്നു 3rd വീക്കിലാണ് പുള്ളി വരാൻ ചാൻസ്. അപ്പോൾ അതിൽ പുള്ളി ഇതിൻ്റെ ഡബ്ബിങ് ഫുൾ തീർക്കും. അതിനുശേഷം ബാക്കിയുള്ള വർക്കൊക്കെ കഴിഞ്ഞാൽ സെപ്റ്റംബർ 26-ന് തന്നെ അത് കൺഫേം ആയിട്ട് റിലീസ് ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിലൊരു മാറ്റമില്ല എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അതുകൊണ്ട് ഒരുപാട് പ്രേക്ഷകന് മമ്മൂക്കയുടെ ആ വരവ് ആഘോഷമാക്കാൻ നിൽക്കുന്നുണ്ട്. ഒരുപാട് ലക്ഷക്കണക്കിന് മമ്മൂക്ക ആരാധകർ മമ്മൂക്കയുടെ ആ ഒരു മമ്മൂക്ക ആരാധകർ മാത്രമല്ല കേട്ടോ, അത് മാത്രം പറയാം. മമ്മൂക്കയുടെ ആരാധകർ മാത്രമല്ല, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾ, മറ്റുള്ളവരും, കുട്ടികൾ, ഒരുപാട് ആൾക്കാർ അത് ഒരു ഫാൻസ് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാവരും അത്. കാരണം ഒരുപാട് നമ്മൾ ഒരാളെ ചിന്തിച്ചാൽ മതി. നമ്മൾ ഒരാളെ എന്നും കാണുമ്പോൾ നമുക്ക് വലിയൊരു രസം ഉണ്ടാവില്ല. പക്ഷേ ആളെ കാണാതിരിക്കും നമുക്കൊരു എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റിയാണ്. പുള്ളി എവിടെ, പുള്ളിയെ ഒന്ന് കണ്ടാൽ മതി, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അതാണ് മമ്മൂക്കയുടെ. കാരണം പുള്ളിയെ ഒന്ന് കാണുന്ന ഒരുപാട് ആൾക്കാർ ആ പുള്ളിയെ എന്താ പറയുക
കുറ്റം പറയുന്നവർക്ക് വരെ പുള്ളിയെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എന്നുള്ളത് പല പല വീഡിയോസിലും ഇതിൽ വരുന്ന കമൻസിൽ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. എന്തിനേറെ എൻ്റെ വീഡിയോസിൽ തന്നെ ഒരുപാട് കമൻസ് വരുന്നുണ്ട് പുള്ളിയുടെ ഒരു എന്താ പറയുക ഒരു റീ എൻട്രിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം പുള്ളി ആ പഴയതിനേക്കാളും ചുറുചുറുക്കോടെ. മാത്രമല്ല വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. പുള്ളി ഒരു എന്താ പറയുക ഒരു മുടിയൊക്കെ നീട്ടി വളർത്തിയൊരു ലുക്കിലാകും പുള്ളിയുടെ എൻട്രി. അതൊരു സിനിമയുടെ ലുക്കാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അല്ല. പക്ഷേ പുള്ളി ഇപ്പോൾ റെസ്റ്റിലായതുകൊണ്ട് പുള്ളി നല്ല മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് താടിയൊക്കെ വെച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒരു എൻട്രി, അതായത് ഫസ്റ്റ് എൻട്രി മിക്കവാറും ഒരു എയർപോർട്ടിൽ നിന്ന് വരുന്ന ഒരു എൻട്രി ആവാനാ ചാൻസ്. ചെന്നൈ അല്ലെങ്കിൽ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഒരു സീനാവാനാ 100% ചാൻസ് ഉള്ളത്. അങ്ങനെയാണ് നമുക്കൊരു ഏകദേശം ഒരു റിപ്പോർട്ട്. അപ്പോൾ അതിൽ ഞാനൊരു കാര്യം പറയാം. പുള്ളി വരുന്ന ഒരു എന്താ പറയുക ആ ലുക്ക്, താടിയും മുടി ഉണ്ടാവും, പുള്ളിക്ക് മുടിയൊക്കെ നീട്ടി വളർത്തിക്കണ്, താടി ഉണ്ടാവും. പക്ഷേ പുള്ളി വരുന്ന ഒരു കോസ്റ്റ്യൂം പണ്ടല്ല ഒരു കുറച്ച് 1-2 കൊല്ലം മുമ്പേ കൊല്ലത്തൊരു ഫംഗ്ഷന് വന്നപ്പോൾ വരാൻ നിൽക്കുമ്പോൾ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു മമ്മൂക്ക് ഏത് കോസ്റ്റ്യൂമിലാണ് വരാൻ നിങ്ങൾക്ക് ആഗ്രഹം. ഒരുവിധം ഒരു 99% ആൾക്കാർ പറഞ്ഞത് പുള്ളി വെള്ള മുണ്ടും വെള്ള ഷർട്ടും ഇട്ട് വരാം. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, പുള്ളി ഏത് കോസ്റ്റ്യൂമിന്, പല ആൾക്കാരും ഇതിൽ കമൻ്റ് ഇടും ഞങ്ങൾക്ക് ഏത് കോസ്റ്റ്യൂമിൽ വന്നാലും കുഴപ്പമില്ല, പുള്ളി ഏത് രീതിയിൽ വന്നാലും ഓക്കെയാണ്, പുള്ളി ഒന്ന് കണ്ടാൽ മതി, കാരണം ഒരുപാട് കാലമായി പുള്ളിയെ മിസ് ചെയ്യണം, അപ്പോൾ ഒന്ന് കണ്ടാൽ മതി എന്നൊക്കെ. പക്ഷെ എന്നിരുന്നാലും ഞാനൊരു ഇത് പറയാം, ഏത് ലുക്കിലാവും പുള്ളി വരിക അതൊന്ന് നിങ്ങളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ എന്തായാലും എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ മാക്സിമം അത് റീച്ച് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു കാര്യത്തിലും സംശയമില്ല. കാരണം മമ്മൂക്ക ഫാൻസ് നമ്മുടെ കൂടെ കട്ടൊക്കെ ഉണ്ട്. വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.